ഹായ് മക്കളെ, വെൽക്കം ടു ക്ലാസോറ. 2024 ക്രിസ്മസ് എക്സാമിന് +1 ചോദിച്ച ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലെ ഓരോ ചാപ്റ്റർ ബേസ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഫസ്റ്റ് വൺ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരുമിച്ച് നമ്മൾ ചെയ്തേക്കണം വീഡിയോ ആണിത്. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ മൊത്തത്തിൽ നമ്മൾ മാറി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നതിലൊക്കെ മാറി ആ ചാപ്റ്ററിൻ്റെ ഒരു ബേസിക് കണ്ടൻറ്റ് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ചെയ്യാം എന്ന ഒരു നിലവാരത്തിലേക്കാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അത് +2 ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, +1ഉം അതെ. അപ്പോൾ നമ്മളൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിനകത്ത് ഫോർമുലാസ് നന്നായിട്ട് പഠിക്കുക, അതിൻ്റെ കണ്ടൻറ്റുകൾ എന്താണ്, അതിൻ്റെ കൺസെപ്റ്റ് എന്നാന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു തേർഡ് ക്വസ്റ്റ്യൻ, അതിനകത്തുള്ള ട്രിഗണോമെട്രിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ദ വാല്യൂ ഓഫ് 2 sin 15 ആൻഡ് cos 15. ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. 2 sin 15 ഇൻറ്റു cos 15. അവിടെ ഒരു ഫോർമുലയാണ്. 15ൻ്റെ വാല്യൂ നമുക്ക് അറിയാൻ പാടില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 sin θ ഇൻറ്റു cos θ എന്ന് പറയുന്നത് സബ് മൾട്ടിപ്പിൾ ഫോർമുല അനുസരിച്ച് നമ്മൾ എന്താ പഠിച്ചേക്കണേ, ദാറ്റ് ഈസ് ഈക്വൽ ടു sin 2θ വരും. അതായത് 2 ഇവിടെ ആംഗിൾ തീറ്റ ആണെങ്കിൽ അതിൻ്റെ ഡബിൾ വരും. 2 sin θ ഇൻറ്റു cos θ ഈക്വൽ ടു sin 2θ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ തീറ്റ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏതാ, ദാറ്റ് ഈസ് ഈക്വൽ ടു 15 ആണ് അല്ലേ. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് 15 ഡിഗ്രി വരും. അപ്പോൾ ഈ ഇക്വേഷനകത്ത് തീറ്റയ്ക്ക് കൊടുത്തു നോക്കുക. അപ്പോൾ 2 sin 15 ഇൻറ്റു cos 15 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അത് ഈക്വൽ ടു എന്ത് വരും, sin 2θ വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്നാ വരും, sin 2 ഇൻറ്റു 15 വരും. sin 2 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ sin 30 അല്ലേ. അപ്പോൾ sin 30 വരും. sin 30യുടെ വാല്യൂ 1/2 വരും. ഇതുപോലെ നമ്മൾ കോസിനും ക്വസ്റ്റ്യൻ വരാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 cos 2θ വരാൻ പാകത്തിന് നമ്മൾ ഏതാ ഇക്വേഷൻ പഠിച്ചാൽ cos 2θ ഈക്വൽ ടു 1 മൈനസ് ഒരു എക്സാമ്പിളോടെ tan സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ തീറ്റയാണ് നമ്മൾ ഫോർമുല പഠിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോർമുല വെച്ച് നമുക്കിവിടെ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 1 മൈനസ് tan സ്ക്വയർ 30 ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ 30 കിടക്കുമെന്ന് വെച്ചോ. അപ്പോൾ ഇത് ഏത് ഫോർമുലയാണ് മക്കളെ, cos 2θയുടെ ഫോർമുലയല്ലേ. അപ്പോൾ കോസ് കൊടുത്തു 2 ഇൻറ്റു ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് എടുക്കുന്ന ഏതാ 30 ആണ്. അപ്പോൾ ഒരു ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കണം. നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ഏതിൻ്റെ ഇക്വേഷനാണെന്ന് നമുക്ക് എപ്പോൾ കണ്ടാലും തിരിച്ചറിയാൻ പാകത്തിന് നമ്മൾ ഇക്വേഷൻ അറിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ cos 60 വരും. cos 60യുടെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 വരും. അപ്പോൾ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മുടെ ലെവൽ വീഡിയോയിലുണ്ട്, ഒന്ന് ക്ലിയർ ചെയ്ത് കാണുക കേട്ടോ. ഇപ്പോൾ ഇവിടെ നോക്കുക, നമ്മുടെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ cos 75. അത് വളരെ ഈസിയാണ്, നമ്മളെപ്പോഴും ചെയ്യുന്ന ടെസ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു cos 75. നമുക്കറിയാം cos 75 എന്ന് പറയുമ്പോൾ 75ൻ്റെ വാല്യൂ നമുക്കറിയത്തില്ല. അപ്പോൾ ഇതിനെ നമ്മൾ അറിയാവുന്നതിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റാം, നമുക്ക് cos 45 + 30 എന്ന് കൊടുക്കാം. കാരണം 45 30 കൂടെ കൂടുമ്പോൾ 75 ആണ് അല്ലേ. അപ്പോൾ ഇത് A + B ഫോർമുല വരും. ഇപ്പോൾ cos A + cos Bയുടെ ഫോർമുലയുടെ പ്രത്യേകത എന്താ, ഒരു കോസിൻ്റെ ഇക്വേഷനകത്ത് എപ്പോഴും പ്രോഡക്റ്റിനകത്ത് ഒരു സ്ഥലത്ത് കോസ് മാത്രം ഒരു സ്ഥലത്ത് സൈൻ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് എങ്ങനെ എഴുതാം, കോസിന് 45 കൊടുത്തു, കോസിന് 30 കൊടുക്കണം. ഇനി ഇവിടെ പ്ലസ് ആണെങ്കിൽ നടുക്ക് ആരെ കൊടുക്കണം, സൈന് 45 കൊടുത്തു ഇൻറ്റു സൈന് 30 വരും. സൈനിന് തന്നെ ഒരു സ്ഥലത്ത് കോസ് മാത്രം ഒരു സ്ഥലത്ത് സൈൻ മാത്രം. ഇനി നമുക്കിവിടെ വാല്യൂ അറിയാം, cos 45ൻ്റെ വാല്യൂ 1/√2, cos 30ൻ്റെ വാല്യൂ അറിയാം √3/2, സൈൻ 45 അറിയാം 1/√2, സൈൻ 30 നമുക്കറിയാം 1/2 അറിയാം. ഇനി 1 × √3 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു √3, 2 × √2 എന്ന് പറയുമ്പോൾ 2√2 വരും. നടുക്കുള്ള മൈനസ് വരും. അത് എന്തുകൊണ്ടാണ് മൈനസ് വന്നത്, ഇവിടെ പ്ലസ് ആണ് അതുകൊണ്ട് മൈനസ് വരും. ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും, പ്ലസ് വരും. ഓപ്പോസിറ്റ് സൈൻസ് ആണ്. അപ്പോൾ ഇവിടെ 1 × 1 1 വരും, 2 × √2 2√2 വരും. അപ്പോൾ നമ്മുടെ LCM എന്ന് പറയുന്നത് 2√2 വരും. അപ്പോൾ ഇവിടെ ആൻസർ എന്നാ വരും, √3 - 1 വരും. നമ്മുടെ ആൻസറായി. ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ ചോദിച്ച വേറൊരു ക്വസ്റ്റ്യനാണ് 11th ക്വസ്റ്റ്യൻ. അതിനകത്ത് 3 പാർട്ടാണുള്ളത്. ഫസ്റ്റ് വൺ നമ്മൾ റിഡക്ഷൻ ഫോർമുല കൊടുക്കാനുള്ളൊരു ക്വസ്റ്റ്യനാണ്. sin π + x എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ. എന്താ മക്കളെ, ദാറ്റ് ഈസ് ഈക്വൽ ടു sin π + x എന്ന് പറഞ്ഞാൽ അത് ഏത് ക്വാഡ്രൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് വൺ നമുക്കറിയാം, പയ്യോ 2πയോ വന്നാൽ നമ്മൾ നേരെ വരയ്ക്കുക. ചുമ്മാ കാണാപ്പാടം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. sin π + x നേരെ വരയ്ക്കുക. അതായത് പൈക്കകത്തും 2πക്കകത്തും സെയിം ട്രിഗണോമെട്രി ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ നേരെ വരച്ചു, sin x എഴുതി,
പിന്നെ ചെറിയൊരു കുരിശ് വരയ്ക്കുക. അപ്പം ഇവിടെയാണ് പൈ കിടക്കണത് നമുക്കറിയാം അല്ലേ. അപ്പം പൈ പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങോട്ടാണ് പോസിറ്റീവ് തന്നെ. അപ്പം പൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എവിടെ കിടക്കും? തേർഡ് ക്വാഡ്രന്റിൽ കിടക്കും. തേർഡ് ക്വാഡ്രന്റിൽ എന്നാ വാക്ക്? ഓൾ സ്റ്റുഡൻസ് ടേക്ക് എ കോഫി. അവിടെ ടാൻ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അപ്പോൾ ഈ സൈൻ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് വരും. ഇതുപോലെ റിഡക്ഷൻ ഫോർമുല ഏത് വന്നാലും കോസ് ആയിക്കോട്ടെ ടാൻ ആയിക്കോട്ടെ നേരെ വരയ്ക്കുക. അപ്പോൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ടാൻ പൈ പ്ലസ് എക്സ് ആണെന്ന് വെച്ചോ. ടാൻ പൈ പ്ലസ് എക്സ് ആണ്. ഇത് നേരെ വരച്ചു. ടാൻ എക്സ് അങ്ങനെ തന്നെ എഴുതി. ഈ പൈ പ്ലസ് എക്സ് ഏത് ക്വാഡ്രന്റില? തേർഡില. അപ്പോൾ അതുകൊണ്ട് ടാൻ എന്താ? ഓൾ സ്റ്റുഡൻസ് ടേക്ക് എ കോഫി. ടാൻ പോസിറ്റീവ് ആണ് എഴുതി. ഫോർ എക്സാമ്പിൾ കോസ് ആണ് പൈ പ്ലസ് എക്സ് ആന്ന് വെച്ചോ. നേരെ വരയ്ക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എക്സ്. ഇനി ഏത് ക്വാഡ്രന്റില? തേർഡിലാണ്. അപ്പോൾ കോസ് എന്താ? നെഗറ്റീവ് ആണ്. അതുപോലെ പൈ മൈനസ് എക്സും പൈ പ്ലസ് എക്സ് എല്ലാം വന്നാലും നമ്മൾ ഇതുപോലെ തന്നെ എന്താണ് വരയ്ക്കുക. അത് നേരെ പൈ മൈനസ് വരച്ച് ഈ പൈ നേരെ ഇങ്ങനെ വരച്ച് ട്രിഗണോമെട്രിക് ആംഗിൾസ് എഴുതുക. അത് എഴുതിയതിന് ശേഷം ചെറിയൊരു കുരിശ് വരച്ച് നോക്കുക. അത് ഏതിനകത്താണ് കിടക്കണേന്ന് നോക്കുക. ആൻസർ എഴുതുക. പരിപാടി തീർന്നു. വളരെ സിമ്പിളാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചേക്കണം തന്നെയാണ്. പക്ഷെ അതിനകത്ത് ഒരെണ്ണോടെ എക്സ്ട്രാ അവർ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. കോസ് എക്സ് മൈനസ് 1/2 ആണ്. അപ്പോൾ സെക്കൻഡിനകത്ത് വരുന്ന കോസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് 1/2 ആണ്. ഇവിടെ നമുക്കറിയാം സാധാരണ തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ് ഒക്കെ തരുന്നതിന് പകരം അവിടെ ഒരു നമ്മുടെ ആംഗിൾ മെഷർമെന്റ് വെച്ച് അത് ഏത് ക്വാഡ്രന്റാണെന്ന് നമ്മൾ ഫസ്റ്റ് വൺ കണ്ടുപിടിക്കണം. ഇപ്പൊ ഇവിടെ തന്നേക്കണ ആംഗിൾ എന്ന് പറഞ്ഞാൽ പൈ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3π/2 ആണ്. ഇത് ഏത് ക്വാഡ്രന്റാ മക്കളെ? അതായത് നമുക്കറിയാം ഇതാണ് പൈ, ഇവിടെയാണ് 3π/2 വരുന്നത് അല്ലേ. അത് ശരിക്കും ഏത് ക്വാഡ്രന്റാ? തേർഡിലാണ് കിടക്കുന്നത്. അപ്പൊ തന്നെ നമ്മൾ എഴുതുക എക്സ് ലൈസ് ഓൺ ഏത് ക്വാഡ്രന്റാ? തേർഡ് ക്വാഡ്രന്റിലാണ്. തേർഡ് ക്വാഡ്രന്റിൽ ആരൊക്കെ പോസിറ്റീവ് ആണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ എക്സും കോട്ട് എക്സും പോസിറ്റീവ് ആണ്. ഏതൊരു ക്വസ്റ്റിനകത്തും നമ്മൾ വായിച്ചു നോക്കുക. അത് ഏത് ക്വാഡ്രന്റാണെന്ന് മനസ്സിലാക്കുക. അതിനകത്ത് ഏതൊക്കെയാണ് പോസിറ്റീവ് എന്നുള്ളത് എഴുതുക. അപ്പോൾ നമ്മുടെ ഒരു കൺസെപ്റ്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായി. ഇനി നമ്മൾ ഇത് വെച്ച് എന്താണ്? ട്രയാങ്കിൾ വരയ്ക്കണം അല്ലേ. അപ്പൊ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1/2 ആണ് നമുക്ക് തന്നേക്കുന്നത്. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ് നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞത്. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ച് നമ്മളിത് കണ്ടുപിടിക്കും. നമ്മൾ കോസ് എക്സ് -1/12 ആണെങ്കിൽ ആദ്യം നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കണം. നമ്മൾ ആദ്യം ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ പോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ നമുക്ക് അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 1ഉം ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ 2ഉം കിട്ടും. അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡ് നമ്മളിവിടെ കണ്ടുപിടിക്കണം. അത് നെഗറ്റീവ് സൈൻ ഒരിക്കലും എടുക്കേണ്ട. അത് ക്വാഡ്രന്റ് മാറുന്നതനുസരിച്ച് വരുന്നു എന്നുള്ളൂ. അപ്പോൾ വാല്യൂ എടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ നെഗറ്റീവ് എടുക്കരുത്. അപ്പോൾ കോസ് എക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കോസ് എക്സ് ആണ് -1/2. അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. അത് നമ്മുടെ ഈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസിന്റെ സ്ക്വയർ 2 സ്ക്വയർ മൈനസ് ഈ 1ന്റെ സ്ക്വയർ വരും. അത് നമ്മൾ പ്രത്യേകിച്ച് സ്റ്റെപ്പോ അതൊന്നും ആവശ്യമില്ല, നേരെ അങ്ങ് എഴുതാവുന്നേ ഉള്ളൂ. അപ്പോൾ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 വരും. 4 - 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു √3 വരും. ബട്ട് ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ഇവിടെ കിട്ടി ഏതാണ്? √3 കിട്ടിക്കഴിഞ്ഞു. ഇനി ഇത് ഓരോ വാല്യൂ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കാം. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ √3 ആണ്. ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ അവിടെ കൊസീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2/√3 വരും. വേറെ കാര്യം ഇവിടെ ഉണ്ട്. ഇത് ഏത് ക്വാഡ്രന്റാ പറഞ്ഞാൽ? തേർഡിലാണ്. തേർഡിൽ നമുക്ക് ഏത് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ? ടാനും കോട്ടും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും എന്തായിരിക്കും? നെഗറ്റീവ് സൈൻ കൊടുത്തു. ഇനി നമുക്ക് ടാൻ എക്സ് കണ്ടുപിടിക്കണം. ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ് നമ്മുടെ ടാൻ എക്സ് എന്ന് പറഞ്ഞത്. ഓപ്പോസിറ്റ് ഏതാ? √3 ആണ്. അഡ്ജസൻറ്റ് സൈഡ് ഏതാ? 1 ആണ്. അത് ഏത് ക്വാഡ്രന്റാ? തേർഡിനകത്ത് ടാൻ എന്താ? പോസിറ്റീവ്. ഓൾ സ്റ്റുഡൻസ് ടേക്ക് എ കോഫി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു പോസിറ്റീവ് വരും. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണതിനകത്തുള്ള വാല്യൂസ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചോ. നമുക്ക് ആവശ്യമുള്ളത് കണ്ടുപിടിച്ചാൽ മതി. ഇനി നമുക്ക് ഈ വാല്യൂസ് എല്ലാം ക്വസ്റ്റ്യനിലേക്ക് കൊടുക്കണം. എന്താ ക്വസ്റ്റ്യൻ? നമ്മുടെ 4 tan സ്ക്വയർ എക്സ് മൈനസ് 3 കൊസി സ്ക്വയർ എക്സ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വാല്യൂ കൊടുത്തു. 4 ഇൻറ്റു കൊടുത്തു. ടാൻ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ √3/1 ആണ്. അപ്പോൾ നമ്മൾ ഈ വാല്യൂ കൊടുക്കുമ്പോൾ √3 ദ ഹോൾ സ്ക്വയർ, 1ന്റെ സ്ക്വയർ കൊടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി 1 ആണ്. മൈനസ് 3 ഇൻറ്റു കൊസി സ്ക്വയർ, കൊസിക് എക്സ് എന്ന് പറഞ്ഞാൽ -2/√3 ആണ്. അപ്പം -2/√3 ഹോൾ സ്ക്വയർ വന്നു. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ ഇതെന്ത് വരും മക്കളെ? 4 ഇൻറ്റു √3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആണ്. √3 ഇൻറ്റു √3 വരും. അപ്പോൾ √3 ദാറ്റ് ഈസ് ഈക്വൽ 3 വരും. അതിവിടെ 3 വരും. മൈനസ്
ഈ 3 ഓൾറെഡി അങ്ങനെ തന്നെ എഴുതി. -2 സ്ക്വയർ എത്രയാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 4. √3 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ഈ 3യും 3യും വെട്ടിപ്പോവും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 12 വരും. 12 - 4 വരും. അപ്പോൾ ആൻസർ ഈസ് 8 വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? അപ്പോൾ 4 tan സ്ക്വയർ എക്സ് -3 cosec സ്ക്വയർ എക്സ്. ഇത് നമ്മൾ ചെയ്യാത്തൊരു പ്രോബ്ലം ആണ്. പക്ഷേ നമ്മൾ നോക്കണം ഇവിടെ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. അത് വെച്ച് നമ്മൾ ഇതൊക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിച്ച് ഫസ്റ്റ് സ്റ്റെപ്പിൽ അത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണോ അതിനകത്തേക്ക് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്റർ ഉപയോഗിക്കുക, ആൻസർ എഴുതുക. അങ്ങനെ ഓരോന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു പോകുന്ന എല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസറുകൾ കിട്ടും. നമ്മുടെ ഈ ക്വസ്റ്റിനകത്തുള്ള തേർഡ് ക്വസ്റ്റ്യൻ ആണ് sin -11π/3 എന്ന് പറഞ്ഞത്. ഇത് റിഡക്ഷൻ പ്രിൻസിപ്പിൾ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ റിഡക്ഷൻ ഫോർമുല വെച്ച് എപ്പോഴും ചോദിക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ എന്താ മക്കളെ ആദ്യം sin -θയാണ്. നമുക്കറിയാം sin -θ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു -sin θയാണ്. sin -θ എന്ന് പറഞ്ഞാൽ എന്താണ്? -sin θയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിന് എന്ത് ചെയ്യണം? ഈ മൈനസ് പുറത്തെടുത്ത് ഇതിനെ നമ്മൾ റിഡക്ഷൻ ഫോർമുല കൊടുക്കണം. 11π/3 വരും. 11π/3 എഴുതി. അതായത് മൈനസ് പുറത്തെടുത്ത് കഴിയുമ്പോൾ sin -11π/3 ആയി. നമ്മൾ ഈ ഒരു ക്വസ്റ്റിനകത്ത് മൈനസ് നമ്മൾ പുറത്തേക്ക് എടുക്കണം അല്ലേ? മൈനസ് പുറത്തെടുത്തു, റിഡക്ഷൻ ഫോർമുല കൊടുത്തു, എഴുതി -sin 11π/3 ആയി. ഇനി ഇവിടെ നമുക്കറിയാം 11π/3 എന്ന് പറഞ്ഞാൽ 11 ആണ് നമ്മുടെ അവിടെ നമ്പർ. ഈ 11ഉം 3യും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. 4 3 12. 4 3 12. 4 × 3 12 ആണ്. ആ 12ൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 11 കിട്ടും. അപ്പം നമ്മൾ എപ്പോഴും നോക്കണം ഈ 3 ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനകത്ത് നിന്ന് 1 കുറച്ചാൽ കറക്റ്റ് 11 അല്ലേ? നോക്കിയേ, 3 × 4 12. 12 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 11 ആയി. അപ്പോൾ നമ്മൾ ഈ ഒരു നമ്പർ ഇതിന് ഒരിക്കലും ഈ ഡിനോമിനേറ്റർ നമ്പറിന് ഒരിക്കലും മാറ്റം വരുത്തരുത്. അങ്ങനെ മാറ്റം വരുത്താതെ വേണം നമ്മൾ ആ റിലേഷൻ നമ്മളൊന്ന് ഫോം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? -sin വരും. ദെൻ 11π/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 11നെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 4π - π/3 എന്ന് അപ്പോൾ എഴുതാം. 4 3 12. 12ൽ നിന്ന് 1 കുറച്ചാൽ കറക്റ്റ് 11. കറക്റ്റ് അല്ലേ? ഇനി ഇവിടെ നോക്കാം, ഈ മൈനസ് അങ്ങനെ തന്നെ എഴുതി, സൈൻ അങ്ങനെ തന്നെ എഴുതി. ഈ 4πയെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2π എന്ന് എഴുതാം. -π/3. ഒരു ആൻസർ ഒരു മാറ്റവും വരുത്തേണ്ട ആവശ്യമില്ല. അവിടെ ഏത് മൾട്ടിപ്പിൾ, ഇപ്പോൾ 6 ആണെങ്കിലും 8 ആണെങ്കിലും ഏതാണെങ്കിലും ഇങ്ങനെയൊന്നും ജസ്റ്റ് ഒന്ന് എഴുതുക. പിന്നെ നമുക്കറിയാം നേരെ വരയ്ക്കുക. കാരണം 2πയോ പയ്യോ വന്നു കഴിഞ്ഞാൽ സെയിം ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആണ് അല്ലേ? അപ്പോൾ ഓൾറെഡി ഉള്ള മൈനസ് നമ്മൾ അങ്ങനെ എഴുതുക, അങ്ങനെ തന്നെ എഴുതുക. അവിടെ ഒരു ബ്രാക്കറ്റ് നമ്മൾ അങ്ങ് കൊടുക്കുക. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ വാല്യൂ വരുമ്പോൾ എന്തൊരു sin π/3 എഴുതുക. sin π/3 എഴുതി. ഇനി ഇവിടെ നോക്കുക, ഫസ്റ്റ് വൺ എന്താണ്? ഈ 2π - 3π/3 എന്ന് പറയുന്നത് ഏത് ക്വാഡ്രൻ്റാണെന്ന് കണ്ടുപിടിക്കണം. ചെറിയൊരു കുരിശ് വരയ്ക്കുക. 2π എന്ന് പറഞ്ഞാൽ ഇവിടെയാണെന്നറിയാം. 2π - θ എന്ന് പറഞ്ഞാൽ ഇവിടെയും പ്ലസ് ഇവിടെയും അല്ലേ? അപ്പം ഈ ഒരു ക്വാഡ്രൻ്റിലാണ് 2π - θ കിടക്കുന്നത്. അത് ഏത് ക്വാഡ്രൻ്റാണ്? ഫോർത്തിലാണ്. ഫോർത്തിൽ ഏത് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ? ഓൾ സ്റ്റുഡൻറ്റ് ടേക്ക് എ കോഫി അല്ലേ? ഏത് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ? കോസ് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അപ്പോൾ ഈ സൈൻ എന്താ? നെഗറ്റീവ് അല്ലേ? അപ്പോൾ നമ്മൾ മൈനസ് ഓൾറെഡി അവിടെ ഉണ്ട്. മൈനസ് എന്ത് കൊടുക്കും? ഈ വാല്യൂവിന് ഒരു മൈനസ് കൊടുക്കും. അപ്പം രണ്ട് മൈനസ് അവിടെ നമുക്ക് ആൻസറിലേക്ക് വരും. ഈ മൈനസും എന്താ? പ്ലസ് അല്ലേ? അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ മൈനസും പ്ലസ് sin π/3 ആയി. ഇനി sin π/3 എന്ന് പറഞ്ഞാൽ sin 60 ആണ്. കാരണം 3 വന്നാൽ 6 വരും. sin 60 വരും. അത് നമ്മളിങ്ങനെ ഒന്ന് എഴുതാം, നമുക്ക് മാറിപ്പരിക്കും. sin 60ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു √3/2 ആയി. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? √3/2. പോസിറ്റീവ് √3/2 ആണ് ആൻസർ വരുന്നത്. ഇതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഒരേ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ലെവൽ 1ൽ ചെയ്തിട്ടുണ്ട്. അത് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൻ്റെ തന്നെ 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കത് ഏത് വന്നാലും ചെയ്യാൻ പാകത്തിനാവും. നമ്മൾ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് 17ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ തന്നേക്കണേ മക്കളെ? ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. സർക്കിളിൻ്റെ റേഡിയസ് ആണ് നമുക്ക് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ വായിച്ചു, ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. പിന്നെ സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട്, തീറ്റ തന്നിട്ടുണ്ട്, 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്ക് ലെന്തിലേക്ക് എപ്പോഴും കൊടുക്കുമ്പോൾ അത് റേഡിയനിലേ പറ്റുള്ളൂ. അത് എത്ര റേഡിയനാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു π/3 റേഡിയൻ. കാരണം 60 വന്നാൽ താഴെ പൈയുടെ താഴെ 3 വരും. 30 വന്നാൽ താഴെ എന്ത് വരും? 6 വരും. ആ ഒരു ഓർഡറിൽ പഠിച്ചു വയ്ക്കാം. പിന്നെ നമുക്ക് എന്താ തന്നേക്കണം? എല്ലാ ആർക്ക് ലെന്ത് തന്നിട്ടുണ്ട്. ആർ തീറ്റയാണ് നമ്മുടെ ഫോർമുല. അവിടെ നമുക്ക് എൽ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. എൽ ഈസ് ഈക്വൽ ടു 31.4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്.
അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വായിച്ചു നോക്കുക, തന്നിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് എഴുതുക, അത് വെച്ച് നമ്മൾ എങ്ങനെ അറിയാൻ പാടില്ലാത്തത് കണ്ടുപിടിക്കുന്നു ചിന്തിക്കുക. ഇവിടെ നോക്കിക്കേ, എൽ തന്നിട്ടില്ലേ, തീറ്റ തന്നിട്ടില്ലേ, അപ്പൊ 31.4 ഈക്വൽ ടു R ഇൻറ്റു തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും നമ്മൾ ഈ ഫോർമുലയെ കൊടുക്കുമ്പോൾ അത് റേഡിയനിലേ കൊടുക്കാൻ പോകും. അപ്പൊ റേഡിയൻ മെഷർ ഏതാണ്? π/3 ആണ്. അപ്പൊ ഇവിടെ π/3 കൊടുത്തു, നമ്മൾ ആ വാല്യൂ കൊടുത്തു. ഇനി ആരെയാ കണ്ടുപിടിക്കേണ്ടത്? ഈ R-നെ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അത് അവിടെ വട്ടോട്ട് എഴുതി. അപ്പൊ ഈ 3 അങ്ങോട്ട് പോയി നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 3 ഇൻറ്റു എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 31.4 വരും. ഈക്വൽ ടു നമ്മൾ R π വരും. ഇനി ആരെ വീണ്ടും കണ്ടുപിടിക്കേണ്ടത്? R-നെയാണ്. അപ്പൊ ഈ പൈ കൂടി എങ്ങോട്ട് പോകും? ഇതിന്റെ താഴേക്ക് പോകും അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു R ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 31.4 ഡിവൈഡഡ് ബൈ പൈ വരും. പൈയുടെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട് 3.14 എന്ന് അപ്രോക്സിമേറ്റ്ലി പഠിച്ചിട്ടുണ്ട്. അത് അവിടെ കൊടുത്താൽ വെട്ടിപ്പോകും. അപ്പൊ അത് അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിക്കുക. 31.4 ഡിവൈഡഡ് ബൈ പൈയുടെ വാല്യൂ 3.14 ആണ്. ആ വാല്യൂ അവിടെ കൊടുക്കുക. അപ്പൊ നമുക്കറിയാം ഈ വാല്യൂ ഇതും കൂടെ വെട്ടിപ്പോകുമ്പോൾ 3.14 അവിടെ വെട്ടിപ്പോയി അല്ലേ? അപ്പൊ അവിടെ എത്രയാണ് വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 10 വരും. ഇനി അടുത്ത ആൻസർ എന്നാ വരും? 3 ഇൻറ്റു 10 വരും. അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ വരും. ഇനി അഥവാ നമുക്കിത് വേണമെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്താലും മതി. അങ്ങനെ വെട്ടിക്കുറച്ച് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. നേരെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ആൻസർ എഴുതാവുന്നതാണ്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു കോസ് എക്സ് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ആണ്. അപ്പൊ y ഈക്വൽ ടു കോസ് എക്സ് ആണ്. ഇത് നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ നേരത്തെ വാല്യൂ ഒക്കെ ജസ്റ്റ് വേണമെങ്കിൽ കൊടുത്തു നോക്കാം, അല്ലാതെ ഈസി ആയിട്ട് എളുപ്പത്തിൽ എഴുതാം. എന്നാൽ നമ്മൾ വാല്യൂ ഒന്ന് കൊടുത്തു നോക്കാം. എക്സ്, ഇത് y. എക്സിന് 0 കൊടുക്കുമ്പോൾ കോസ് 0 എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് 0 എന്ന് പറഞ്ഞാൽ 1 വരും. എക്സിന് നമ്മൾ π/2 കൊടുത്തു കഴിഞ്ഞാൽ കോസ് π/2 വരും. കോസ് π/2ന്റെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വരും. ഓഡ് മൾട്ടിപ്പിൾ വന്നാൽ കോസ് 0 ആണ്. ഇനി പൈ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് പൈ വരും. കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 വരും. ഇനി 3π/2 കൊടുത്തു കഴിഞ്ഞാൽ കോസ് 3π/2 വരും. കോസ് 3π/2 എന്ന് പറഞ്ഞാൽ 0 വരും. ഇനി 2π കൊടുത്തു കഴിഞ്ഞാൽ കോസ് 2π വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വരും. അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനകത്ത് അതിൻ്റെ നമ്മൾ വാല്യൂസ് ഒന്ന് കൊടുത്ത് എഴുതാം. നമുക്ക് ഈ വാല്യൂ വെച്ച് നമുക്കൊന്ന് ഗ്രാഫ് നമുക്കൊന്ന് വരച്ചു നോക്കാം. ആദ്യമായി നമ്മൾ y ആക്സിസ്, ദെൻ എക്സ് ആക്സിസ്, ഇവിടെ 0, ഇത് y, ഇത് y ഡാഷ്, എക്സ് ഡാഷ്, ഇത് എക്സ്. 0 കൊടുക്കുമ്പോൾ നമ്മൾ എന്താ കിട്ടിയത്? നമുക്ക് ഇവിടെ 1 ആണ് കിട്ടിയതല്ലേ? അപ്പൊ π/2 കൊടുക്കുമ്പോൾ നമുക്ക് 0യും കിട്ടി. ഇവിടെ 0 വരും. ഇനി പൈ കൊടുക്കുമ്പോൾ നമ്മൾ -1 വരും. അപ്പൊ ഗ്രാഫ് ഇവിടെ വരും. ഇനി 3π/2 കൊടുക്കുമ്പോൾ നമ്മുടെ ഗ്രാഫ് ഇവിടെ വരും, ഈ ഒരു പോയിന്റിൽ വരും. 2π കൊടുക്കുമ്പോൾ വീണ്ടും നമ്മുടെ ഗ്രാഫ് ഇവിടെ വരും. അപ്പൊ ഈ ഗ്രാഫ് നമ്മൾ ഓർഡർ ആക്കി വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരും? 0 കൊടുത്ത് ഇങ്ങനെ പോയി ഇങ്ങനെ വരും. ഇതിങ്ങനെ വളഞ്ഞ് അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അതാണ് നമ്മുടെ കോസിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി അത് നേരെ ഇങ്ങനെ അങ്ങ് പോയി നേരെ അങ്ങോട്ട് വളച്ച് ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും അതിന്റെ ഗ്രാഫ് വരുമ്പോൾ. അപ്പൊ വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. 0 കൊടുക്കുമ്പോൾ 1ൽ വരുന്ന ഗ്രാഫാണ് ഏതിന്റെ ഗ്രാഫ്? f(x) ഈക്വൽ ടു കോസ് എക്സ്. മറന്നു പോകരുത്, 0 കൊടുക്കുമ്പോൾ 1ൽ വരണം. ഇനി ഇതുപോലെ നമുക്ക് f(x) സൈൻ എക്സിന്റെ ഗ്രാഫും കൂടെ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. എക്സാമ്പിൾ f(x) ഈക്വൽ ടു സൈൻ എക്സിന്റെ ഗ്രാഫ്. ഇവിടെ എന്താ മക്കളെ? 0 കൊടുക്കുമ്പോൾ 1ലല്ലേ വരുന്നത്? ഒന്നും എഴുതാതെ നമുക്ക് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് എക്സ്, ഇത് y, ഇത് എക്സ്, ഇത് എക്സ് ഡാഷ്, ഇത് y. അപ്പൊ എന്താണ്? 0 കൊടുക്കുമ്പോൾ സൈൻ 0 അല്ലേ? 0 കൊടുക്കുമ്പോൾ 0യിൽ വന്നിട്ട് വളഞ്ഞു പോണ ഗ്രാഫ് ഏതിന്റെ ഗ്രാഫാ? സൈൻ എക്സിന്റെ ഗ്രാഫ്. അപ്പൊ നമുക്ക് ഓർത്ത് വെക്കാം, 0 കൊടുക്കുമ്പോൾ 0യിലാണെങ്കിൽ അത് സൈൻ എക്സിന്റെ ഗ്രാഫ് ആയിരിക്കും. 0 കൊടുക്കുമ്പോൾ 1ലാണെങ്കിൽ അത് ഏതിന്റെ ഗ്രാഫ് ആയിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എക്സിന്റെ ഗ്രാഫ് ആയിരിക്കും. ഈ 2 പോയിന്റ് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഇത് മാച്ച് ദ ഫോളോവിങ് ആയിട്ടൊക്കെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. 0 കൊടുക്കുമ്പോൾ 1ലാണെങ്കിൽ കോസ്, 0 കൊടുക്കുമ്പോൾ 0യിലാണെങ്കിൽ അത് ഏതാണ്? സൈൻ എക്സിന്റെ ഗ്രാഫാണ്. പിന്നെ നേരെ ഇങ്ങനെ വളച്ചങ്ങ് വിടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സൈൻ 2x, സൈൻ 6x, 2 സൈൻ 4x, 4 കോസ് സ്ക്വയർ x, സൈൻ 4x ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സം ഫോർമുല പഠിച്ചിട്ടുണ്ട്. 3 നമ്പറാണ് തന്നെ, പക്ഷെ ഏതെങ്കിലും 2 എണ്ണത്തിനല്ലേ നമുക്ക് സം കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഏതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും? ഈ 2 സൈൻ ഉള്ളത് കൊണ്ട് 2 സൈൻ 4xന് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഏതാ നമ്മൾ ഇത് കൊടുക്കേണ്ടത്? ഈ 2 എണ്ണം നമ്മൾ കൊടുക്കാൻ പറ്റുന്ന സൈൻ സി പ്ലസ് സൈൻ ഡിക്ക് തന്നെ കൊടുക്കാം. അപ്പൊ അതിനെ നമ്മളൊന്ന് ആ ഓർഡറിലാക്കി സൈൻ 6x എപ്പോഴും എഴുതുമ്പോൾ വലിയ നമ്പർ ആദ്യവും ചെറിയ നമ്പർ രണ്ടാമതും എഴുതണം. സൈൻ
6x പ്ലസ് സൈൻ 2x കൊടുക്കുക. ഉള്ള ഈ 2 സൈൻ 4x നമ്മൾ ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ എഴുതണം. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്തേ? അപ്പോൾ നമ്മൾ പഠിച്ച ഫോർമുല കൊടുക്കാൻ പാകത്തിന് ഇത് രണ്ടെണ്ണത്തിനെയും ഒരുമിച്ചെടുത്തു. അപ്പം വലിയ നമ്പർ എപ്പോഴും ആദ്യം ഇടണം, അല്ലെങ്കിൽ അതിനകത്ത് നെഗറ്റീവ് വരുമ്പോൾ നിങ്ങൾ തെറ്റിച്ച് കളയും. അപ്പോൾ സൈൻ 6x പ്ലസ് സൈൻ 2x ഈ 2 സൈൻ 4x അങ്ങനെ തന്നെ എഴുതി. ഇവിടെ നോക്കി, ഇത് സൈൻ സി പ്ലസ് സൈൻ ഡിയുടെ ഫോർമുലയാണ്. എന്താ നമ്മൾ ഫോർമുല പഠിച്ചേക്കണേ? സൈൻ സി പ്ലസ് സൈൻ ഡി എന്ന് പറഞ്ഞാൽ 2 സൈൻ, അതായത് സൈൻ്റെ പ്ലസ് ഫോർമുലയ്ക്ക് കൂട്ടണത് ആർക്ക് കൊടുക്കും? സൈനിന് കൊടുക്കണം. സി പ്ലസ് ഡി ബൈ 2 എല്ലാം മനസ്സിലാക്കിയേ പഠിക്കാം. നമ്മൾ കുറയ്ക്കണത് ആർക്കാ കൊടുക്കേണ്ടത്? കോസിന്. കോസ് സി മൈനസ് ഡി ബൈ 2 വരും. അതായത് സൈൻ്റെ ഫോർമുലയുടെ പ്രത്യേകതയാണ് സൈനകത്ത് പ്ലസ് വന്നാൽ, ഇവിടെ പ്ലസ് വന്നാൽ കൂട്ടണത് സൈനിന്, കുറയ്ക്കണത് കോസിന് കൊടുക്കണം. അപ്പം നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ എന്താവും നോക്കിയേ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സൈൻ, ആരാണ് കൂട്ടണത്? 6x പ്ലസ് 2x അല്ലേ? ആദ്യം കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കണത് സൈനിന് കൊടുത്തു. ഇനി കുറച്ചിട്ട് 2 കൊണ്ട് ഹരിക്കണത് ആർക്ക് കൊടുക്കണം? കോസിന് കൊടുക്കണം അല്ലേ? ഓരോരുത്തർക്കും വീതിച്ച് നമ്മൾ കൊടുത്തു. 6x മൈനസ് 2x ബൈ 2 കൊടുത്തു. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളവിടെ ഒരാളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ആരാ? 2 സൈൻ 4x. അപ്പം മാറ്റി നിർത്തിയേക്കുന്നത് അങ്ങനെ തന്നെ എഴുതുക. ഇതൊക്കെ ഒരു രസമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ തോന്നും. ഇനി ഇവിടെ നോക്കിക്ക്, ഇത് കൂട്ടാൻ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം നമ്മൾ കൂട്ടി 2 സൈൻ, ഇവിടെ വാല്യൂ എന്താ? 6 2 8. അത് ഒറ്റയടിക്ക് എഴുതാം. ഈ സ്റ്റെപ്പ് നിർബന്ധമാണ്, ആഡ് ചെയ്യണം സ്റ്റെപ്പ്. അപ്പം 6 2 8, 8ന്റെ പകുതി എത്രയാണ്? 4 അല്ലേ? അപ്പോൾ അതേ ഒറ്റ സ്റ്റെപ്പ് മതി. 4x എഴുതിയാൽ മതി. അത് അവിടെ വേറൊരു സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. ഈ 6ൽ നിന്ന് 2 കുറച്ചാൽ 4, 4ന്റെ പകുതി എത്രയാണ്? 2. അപ്പോൾ ഇവിടെ തന്നെ വരും കോസ് 2x വരും പ്ലസ് 2 സൈൻ 4x വരും. ഇനി ഇവിടെ നോക്കുക, രണ്ടെണ്ണത്തിനകത്ത് ആരാ കോമൺ? ഈ 2 സൈൻ 4x ഇതിനകത്തും നമുക്ക് കോമൺ ആണ്, രണ്ടിനകത്തും കോമൺ ആണ്. അപ്പം നമുക്ക് കോമൺ വരുന്ന നമ്പറിനെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പം 2 സൈൻ 4x നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ബാലൻസ് ആരാ ഉള്ളത്? ഈ വട്ടത്തിൽ കിടക്കണതെന്ന് പോന്നു. ബാക്കി ആരാ ഉള്ളത്? വട്ടമൊക്കെ ഇടുക, അപ്പോൾ നമുക്ക് മാറിപ്പോവില്ല. ബാക്കി ഇവിടെ ആരാ ഉള്ളത്? കോസ് 2x എഴുതി. ദെൻ പ്ലസ് ഇവിടെ നിന്ന് 2 സൈൻ 4x പോന്നു കഴിഞ്ഞാൽ അവിടെ 1 ഉള്ളൂ. പലപ്പോഴും പലരും 0 എന്ന് എഴുതും. അങ്ങനെ എഴുതരുത്. ഈ 2 സൈൻ 4x പുറത്ത് വന്നാൽ ഇവിടെ എന്തേ ഉള്ളൂ? 1 ഉള്ളൂ. ആ 1 എഴുതി. ഇനി ഇവിടെ നോക്കി, അപ്പോഴും നമ്മുടെ ആൻസർ ആയോ? ആയില്ലല്ലോ. ഇനി ഇതിനെ ഒന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താണ്? ഈ 2 സൈൻ 4x നമ്മൾ അങ്ങനെ തന്നെ നിർത്തി. കോസ് 2x പ്ലസ് 1 നമ്മൾ ഒന്നങ്ങ് മാറ്റിയിടാം. കാരണം a പ്ലസ് ബി എന്ന് പറഞ്ഞാലും b പ്ലസ് a ഒന്നല്ലേ? അപ്പോൾ ഇത് 1 ആദ്യവും കോസ് 2x രണ്ടാമതും എഴുതുന്നതിൽ ആർക്കും വിരോധമൊന്നുമില്ല. ജസ്റ്റ് അങ്ങ് മാറ്റിയിട്ടു, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്തില്ല നമ്മൾ. കാരണം നമ്മൾ പഠിച്ചൊരു ഫോർമുലയിലേക്ക് കൊണ്ടുവരാനാണ്. ഇത് ഏത് ഫോർമുലയാന്ന് ഓർമ്മയുണ്ടോ? എന്താ നമ്മൾ പഠിച്ചേക്കണേ? 1 പ്ലസ് കോസ് 2x എന്ന് പറഞ്ഞാൽ 1 പ്ലസ് വന്ന കോസ് സ്ക്വയർ, 2 കോസ് സ്ക്വയർ, 2 ഓൾറെഡി ഉണ്ട്, 2 കോസ് സ്ക്വയർ. ഇവിടെ ആംഗിൾ ഏതാണോ അതിൻ്റെ നേരെ സബ് മൾട്ടിപ്പിൾ വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ x എന്ന് വരും. ഇതൊരു എക്സാമ്പിൾ, ഇത് ഒരെണ്ണം മാത്രം പഠിച്ചാൽ വേറെ ചിലപ്പോൾ വേറൊരു പ്രോബ്ലത്തിൽ വേറെ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കാം. 1 പ്ലസ് കോസ് 4x എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? സിമ്പിൾ കാര്യമുള്ളൂ. അപ്പം 1 പ്ലസ് വന്ന കോസ് സ്ക്വയർ, അപ്പോൾ 2 കോസ് സ്ക്വയർ. ഇവിടെ ആംഗിൾ ഏതാണോ അതിൻ്റെ നേരെ സബ് മൾട്ടിപ്പിൾ ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2x ആവും. അങ്ങനെയാണെങ്കിൽ 1 പ്ലസ് കോസ് 10x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? 2 കോസ് സ്ക്വയർ. ഇവിടെ 2 കോസ് സ്ക്വയർ, 1 പ്ലസ് വന്ന കോസ് സ്ക്വയർ. ഈ ആംഗിൾ എത്ര? 10 അല്ലേ? അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 5x വരും. 10ന്റെ പകുതി 5 വരും. ഇതിൻ്റെ പോസിറ്റീവ് പറഞ്ഞപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് ഫോർമുലയും കൂടെ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മളൊന്ന് കൺസെപ്റ്റ് ഓർത്ത് വയ്ക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിക്കുമ്പോൾ എളുപ്പമാണ്. ഇതിൻ്റെ ഒപ്പം പഠിച്ചാൽ 1 മൈനസ് ആണെങ്കിലോ നമ്മുടെ ഈ ഒരു ഇക്വേഷനകത്ത് ഇവിടെ ചിലപ്പോൾ മൈനസ് വരാൻ പാടില്ല എന്നില്ല, മൈനസ് വരാം. അങ്ങനെ മൈനസ് വന്നാൽ ഇത് ഏതിലേക്ക് പോകും? 2 സൈൻ സ്ക്വയർ. ഇവിടത്തെ പോലെ തന്നെ ആംഗിൾ എന്താവും? പകുതിയാവും. അപ്പോൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം എന്താ? 1 പ്ലസ് വന്ന കോസ് സ്ക്വയർ, 1 മൈനസ് വന്ന സൈൻ സ്ക്വയർ, ആംഗിൾ നേരെ പകുതിയാവും. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് കോസ് 4x എന്തായിരിക്കും എന്ന് പറഞ്ഞു നോക്കിക്കേ നിങ്ങൾ? 2 സൈൻ സ്ക്വയർ. ഈ ആംഗിളിൻ്റെ നേരെ പകുതി 2x വരും. 1 മൈനസ് കോസ് 6x ആണെങ്കിൽ എന്തായിരിക്കും? 2 സൈൻ സ്ക്വയർ. ഇവിടെ വരുന്ന ആംഗിൾ ഏതാ? 3x. ഇപ്പോൾ ഇത് സിമ്പിൾ അല്ലേ നോക്കിയേ. നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആവർത്തിച്ച് ചെയ്ത് ഒരുപോലെയുള്ളത് ഒന്ന് ക്വസ്റ്റ്യൻ ഇട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ വളരെ ഈസിയാണ്. നമുക്ക് മാത്സ് അങ്ങനെ വലിയ പാടൊന്നുമില്ല. 2 സൈൻ 4x. ദെൻ 1 പ്ലസ് കോസ് 2x ആണെങ്കിൽ നമ്മുടെ ആൻസറിലേക്ക് പോവാം. ഇവിടെ എന്താണ്? 1 പ്ലസ് കോസ് 2x. അപ്പോൾ ഈ 1 പ്ലസ് കോസ് 2x എന്ത് കൊടുക്കാം നമുക്ക്? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ. 2x ആയതുകൊണ്ട് അതിൻ്റെ പകുതി 2 കോസ് സ്ക്വയർ x കൊടുക്കാം.
അപ്പോൾ ഇതൊന്ന് കോളത്തിലിടുക. നമ്മൾ പഠിക്കാനുള്ള ഒരു മെയിൻ ഫോർമുലയാണ് കേട്ടോ. അത് ഓർത്ത് വയ്ക്കുക. നമ്മളത് വീണ്ടും വീണ്ടും ഒന്ന് ആവർത്തിച്ച് 2-3 പ്രോബ്ലം ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ മൈൻഡിൽ നിന്നോളും. അപ്പോൾ ദേ ആൻസർ ആയില്ലേ നോക്കി. ഈ 2 × 2 എത്രയും മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആയി. 4 sin 4x ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ നമ്മളിവിടെ എഴുതി കൊടുത്തു. cos²x നമ്മുടെ ആൻസറായി. ആൻസറായി കഴിഞ്ഞു. അപ്പോൾ വീഡിയോയുടെ ഇടയ്ക്ക് ടീച്ചർ ഒരു കാര്യം പറഞ്ഞിരുന്നു. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മുടെ കോതമംഗലം മിനർവ സ്റ്റഡി സെൻറ്ററിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇംഗ്ലീഷ് എല്ലാ സബ്ജക്റ്റുകൾക്കും 8 മുതൽ 12 വരെയുള്ള അഡ്മിഷനാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ ഷെയർ ചെയ്യുക. ക്ലാസ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. നേരത്തെ തന്നെ അഡ്മിഷൻ എടുക്കുക. ഇതുപോലെ എല്ലാ സബ്ജക്റ്റും നമുക്ക് വളരെ ക്ലിയറായി പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈ എക്സാം വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. താങ്ക്